നാരായണ നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. ശ്രീ ഗുരുവായൂരപ്പ. ശ്രീമദ് ഭാഗവത മഹാപുരാണം, അതിൻ്റെ മാഹാത്മ്യം, 6-ാമത്തെ അധ്യായം, 84-ാമത്തെ ശ്ലോകം, 22-ാമത്തെ ഭാഗമായിട്ട് ഇപ്പോൾ പറയണു. സനകാദി മഹർഷിമാർ ഭാഗവതം ഹരിദ്വാറിൽ വെച്ച് വായിച്ചു. നാരദ മഹർഷി ധന്യനായി എന്ന് എല്ലാവരെയും മുൻനിർത്തിക്കൊണ്ട് പറയണു. ആ സമയത്ത് ശ്രീശുഖബ്രഹ്മർഷി അവിടെ ആഗതനായി, അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെട്ടു. ശ്രീശുഖബ്രഹ്മർഷി പറയുന്നതായിട്ടുള്ള വാക്കുകളാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. കഴിഞ്ഞ ശ്ലോകം 83-ാമത്തെ. നിഗമകൽപ്പതരോർഗളിതം ഫലം ശുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുക. ഇനി അടുത്തത് 84-ാമത്തെ ശ്ലോകം. ധർമ്മ പ്രോച്ഛിത കൈതവോത്ര പരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. ഇവിടെ കർമ്മം, ഭക്തി, ജ്ഞാനം, ഇങ്ങനെ 3 മാർഗങ്ങളാണ് നമുക്ക് ഭഗവാങ്കൽ എത്താനുള്ളത്. കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം. വേദങ്ങൾ ത്രികാണ്ഡ വിഷയാഹ വേദാഹ എന്നാണ് പറയുക. അപ്പോൾ എളുപ്പത്തിൽ മോക്ഷം കിട്ടാൻ സ്വതേ നല്ലത് ഭക്തിയോഗമാണ്, കുറച്ച് വിഷമമാണ്. അതേപോലെ ജ്ഞാനം എന്നുള്ളത് സമ്പാദിക്കൽ എളുപ്പമല്ല. കർമ്മം എന്നുള്ളത് ആചാരാനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് മടി കൂടാതെ കണ്ട് ചെയ്താൽ മതി. നിശ്ചയദാർഢ്യത്തോട് കൂടിയിട്ട് ഒരു ടാർഗറ്റ് ഇട്ട് ഇത്ര പണി ഞാൻ ചെയ്യും എന്ന രീതിയിൽ പണിയെടുത്തുകൊണ്ട് ആ പണിക്ക് പ്രതിഫലം വാങ്ങാതെ കണ്ട്, പൈസ വാങ്ങാതെ കണ്ട് എന്നല്ല, കൂലി വാങ്ങാം. അതിൻ്റെ പ്രതിഫലത്തെ എല്ലാവർക്കുമായിട്ട് സമർപ്പിച്ചുകൊണ്ട് അങ്ങനെ കർമ്മയോഗമായിട്ട് ചെയ്യുകയാണെങ്കിൽ, കർമ്മവും കർമ്മഫലവും ഭഗവാന് സമർപ്പിക്കുകയാണെങ്കിൽ നമുക്കത് കർമ്മയോഗം എന്ന് വിളിക്കാം. അത് മുക്തിക്ക് കാരണവുമാണ്. അപ്പോൾ സുഖത്തിൽ, കലികാലത്തിൽ പ്രത്യേകിച്ചും സുഖത്തിൽ കുറച്ചധികം പ്രാധാന്യം ഉണ്ടാവും. അത് ഇന്ദ്രിയ സുഖമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദേഹ ഇന്ദ്രിയ മനോസുഖങ്ങൾ. അത് സ്വസ്ഥത കിട്ടിയില്ല വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഭാഗവതം വളരെ എളുപ്പത്തിൽ ഈ 3 നമുക്ക് തരണം. ഭാഗവതം വായിച്ച ആൾക്ക് ജ്ഞാനം ഉണ്ടാവും. ഭക്തിയോട് കൂടിയിട്ട് ഭാഗവതം വായിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം കഥയിൽ ലയിച്ചാൽ ഭക്തി തന്നെ ഉണ്ടാവും. അതൊരു കർമ്മവും ആണ്. അതായത് വായിക്കുക, പൂജിക്കുക, പറയുക, മനനം ചെയ്യുക ഒക്കെ കർമ്മമാണ്. നീ ഹോമാദികൾ ചെയ്യേണ്ട വെച്ചാൽ അത് വേറെ, ദാനാദികൾ ചെയ്യേണ്ട വെച്ചാൽ അത് വേറെ, ഒക്കെ കർമ്മ. അപ്പോൾ സപ്താഹമായിട്ട് ഭാഗവതം വായിച്ച് യജ്ഞം സമർപ്പിച്ച് കഴിഞ്ഞാൽ ഈ 3 മാർഗത്തിലൂടെയും നാം ഭഗവാനെ ആശ്രയിക്കുന്നു എന്ന് ഭഗവാൻ കരുതുന്നു. അതാണ്. എങ്ങനെ വേണം? സദാം സജ്ജനങ്ങൾ ആയിരിക്കണം. പിന്നെയോ മത്സരം തൊട്ടുള്ള ദോഷങ്ങളൊന്നും പാടില്ല. ഷഡ്വൈരി, ഷഡൂർമി, ഷഡരി തൊട്ടുള്ള കാര്യങ്ങളൊന്നും പാടില്ല. പ്രത്യേകിച്ച് ചതി, വഞ്ചന, മത്സരം ഇത് വളരെ കൂടുതലാണ് കലികാലത്ത്. അപ്പോൾ അത് പാടില്ല. സത്യം എന്നത് മുറുക്കി പിടിച്ചുകൊണ്ട് അതേ ചിന്തിക്കാവൂ, അതേ പറയാവൂ, അതേ പ്രവർത്തിക്കാവൂ. ഈ 3 ആധികളും പോവാൻ വേണ്ടിയിട്ടാണ്, 3 ദുഃഖങ്ങളും പോവാൻ വേണ്ടിയിട്ടാണ്. തീരുണ്ടാവരുത്. അങ്ങനെ ആയാലാണ് മനുഷ്യജന്മം അത് ധന്യമാവുള്ളൂ. അതാണ്. അപ്പം അത്രയും പ്രാധാന്യമുണ്ട് ഈ താപത്രയ ഉന്മൂലനം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെയോ വേദവ്യാസൻ ഈ വേദങ്ങളുടെ സാരം, ഉപനിഷത്തുകളുടെ സാരം, ശാസ്ത്രങ്ങളുടെ സാരം, അങ്ങനെയില്ല, അറിവുകളുടെ മുഴുവൻ സാരമായിട്ടാണ് ഭാഗവതം ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ അതൊരു ഭക്തി ഗ്രന്ഥമാണ്. ഭാഗവതത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് രാമായണം നിൽക്കും.
അപ്പോൾ രാമായണത്തെ മാത്രം ആശ്രയിക്കുന്ന ചിലവരുണ്ട്. അപ്പോൾ അവരതിന് പിന്നെ പറയുക എന്താ വെച്ചാൽ, ഞാൻ ഭാഗവതം അങ്ങനെ വായിക്കാറില്ല, എനിക്കത് മനസ്സിലാവില്ല എന്നതാണ്. ഭാഗവതവും രാമായണവും തമ്മിലുള്ള വ്യത്യാസം അത്രയേ ഉള്ളൂ. ഒന്ന്, ഒരു അവതാര പുരുഷൻ ജനിച്ച് വീണ്ടും വൈകുണ്ഠത്തിലേക്ക് പോകുന്ന വരെയുള്ള കഥകളെ പറയുന്ന കൂട്ടത്തിൽ നിയമം പറഞ്ഞു, ഉപദേശം പറഞ്ഞു, പലതും പറഞ്ഞു. മറ്റത് എല്ലാ അവതാരങ്ങളെയും സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ പുരാണങ്ങളിലെയും പ്രധാനപ്പെട്ട ആ ഇതിവൃത്തം എന്തോ അതിനെ ഒന്നിങ്ങനെ സൂചിപ്പിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ എങ്ങനെയാണോ പകർത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണഫലത്തെ കിട്ടുക, ഇതെല്ലാം അതാത് ഭക്തന്മാരെ കൊണ്ട് അനുഭവിപ്പിച്ചതായിട്ട് നമുക്ക് കാണിച്ചു തരണം. ഭഗവാൻ തന്നെ സ്വയം ചെയ്ത് അതേപോലെ പറഞ്ഞുകൊണ്ടും നമ്മളെ ഉദ്ബുദ്ധനാക്കണം. പ്രത്യേകിച്ച് കാപിലം, ഋഷഭോപദേശം, നിമി നവയോഗി സംവാദം, ഉദ്ധവോപദേശം തൊട്ട് ഓരോന്നും വളരെ സംക്ഷിപ്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിലും വളരെ വിശാലമാണ്. അതെങ്ങനെയാണ് രണ്ടും കൂടി ഒരുമിച്ചാവുക? ഇരുട്ടും വെളിച്ചം കൂടിയിട്ട് നിൽക്കുമോ എന്നാണെങ്കിൽ ഓരോ ഉപദേശത്തിൻ്റെയും ആ കണ്ടൻറ്റ് എന്തോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പോയിൻ്റ് എന്തോ അതൊന്ന് വിശദീകരിച്ച് കഴിഞ്ഞാൽ അത് മുഴുവൻ കിട്ടും. അതാണ് അതിൻ്റെ ഈ വീണ്ടും വീണ്ടും കേൾക്കണം. ഒരു തവണ വായിച്ചാൽ അടുത്ത തവണ വായിക്കുമ്പോൾ മറ്റൊരർത്ഥമാണ് കിട്ടുക. അതിൻ്റെ കാരണം ഇതാ, ശ്ലേഷാർത്ഥങ്ങളായിട്ട് കുറേ ഉണ്ടാവും. അപ്പോൾ മറ്റൊരു ഗ്രന്ഥത്തെ പിന്നീട് ആശ്രയിക്കേണ്ടി വരുന്ന തോന്നണില്ല. ഭാഗവതം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഉണ്ടാവുക? ഭാഗവതത്തിൽ പറഞ്ഞത് മറ്റേ ഗ്രന്ഥത്തിലുണ്ടാവും. അപ്പോൾ അതിൻ്റെ വിശദീകരണമായിട്ടാണ് മറ്റേ ഗ്രന്ഥം കാണുക. അങ്ങനെ അത് നോക്കാം. വീണ്ടും ഭാഗവതത്തിലേക്ക് നമ്മൾ എത്തും. അതാണ് പ്രത്യേകത. ഭാഗവതത്തിനെ നന്നായിട്ട് ആശ്രയിച്ചാൽ മതി. ധർമ്മ പ്രോച്ഛിത, ഇതിൽ ധർമ്മമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭാരതം ധർമ്മം പറഞ്ഞിട്ടാണ് അത് എഴുതിയത് എങ്കിലും ഭഗവാനെ പറഞ്ഞില്ല എന്നതുകൊണ്ടാണ് വ്യാസന് സമാധാനം കിട്ടാഞ്ഞത്. ഇതിൽ ധർമ്മം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ടും ഇതിന് എന്ത് കിട്ടി? മനസ്സിന് സമാധാനം കിട്ടി വ്യാസന്. ധർമ്മം ഉറപ്പിച്ച് പറഞ്ഞു. അത് കൃഷ്ണനിൽ എത്തുവാനാണ്, കൃഷ്ണനെ ആശ്രയിക്കുവാനാണ്, അതിനെയാണ് ഉറപ്പിച്ചത്. മാത്രമല്ല അതിൽ ചതി എന്നില്ല, കൈതവം ചതി ഇല്ല. മാത്രമല്ല നിർമ്മത്സരാണാം സദാ, സജ്ജനങ്ങൾക്ക് മത്സരാദി കാര്യങ്ങളൊന്നുമില്ലാത്ത അവർക്ക് മാത്രമാണ് ഈ ഭാഗവതത്തിൻ്റേതായിട്ടുള്ള ഭഗവത് തത്വം, ഭഗവത്വം, ഭഗവാനെ കിട്ടുള്ളൂ. ഇതിൽ നന്നായിട്ട് തന്നെ വേദ്യം പറയപ്പെട്ടു. അറിവുണ്ട്, ജ്ഞാനമുണ്ട്, വാസ്തവമാണത്. ഇത് ഇന്ന പ്രകാരം എന്ന് നിശ്ചയിക്കപ്പെട്ടു, അത് തന്നെ പറഞ്ഞു. വാസ്തവമാണ്, അതിൽ സത്യവിരുദ്ധമായിട്ടൊന്നുമില്ല. വസ്തു ശിവദം. മാത്രമല്ല ഈ വാസ്തവം ആരാണോ സ്വീകരിക്കുന്നത് അവർക്ക് മംഗളത്തെ പ്രദാനം ചെയ്യും. ശിവദം, ശിവം എന്ന് പറഞ്ഞാൽ മംഗളം. ശിവദം ദാനം ചെയ്യുക, ശിവത്തെ ദാനം ചെയ്യുക, ദാനം ചെയ്യുന്നതാണ്. അപ്പോൾ മംഗളത്തെ തരുന്നു. ഇത് വാസ്തവം തന്നെയാണ്, ഇത് ഉണ്ടായതാണ്, ഇതിഹാസമാണ്, പുരാണമാണ്, സർവസാരം ആണ്, ശാസ്ത്രമാണ്, ഉപനിഷത്താണ്, എല്ലാമാണ്, വേദമാണ്. വേദങ്ങളുടെ ഈ സൂത്രവാക്യങ്ങളുണ്ടല്ലോ, അഹം ബ്രഹ്മാസ്മി തൊട്ടുള്ളത് 100ഓളം ഉണ്ട്, അത്രയും കൂടുതലുണ്ട്. നമ്മൾ സാധാരണ 4 വേദത്തിന് ഓരോന്ന് എന്ന് എനിക്ക് പറയാറുണ്ട്. ഒടുക്കം ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന രീതിയിൽ ഇതിനെ ആരാണോ ആശ്രയിക്കുന്നത്, അറിയുന്നത്, അതിനെ ഉപാസിക്കുന്നത്, അവർക്ക് ഇത് വാസ്തവം തന്നെയാണ്, ശിവദം ആണ്. അപ്പോൾ നിർമ്മത്സരാണാം സതാം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കൈതവം എന്നുള്ളത് ചതി ആദി കാര്യങ്ങളില്ല, അത് പാടില്ല. ഒളിഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ഒരു അങ്ങനെ ഒന്നും ഇതിലില്ല, നെഗറ്റീവ്സ് ഇല്ല ഭാഗവതത്തിൽ. ഇത് മുഴുവൻ താപത്രയോന്മൂലനം ആണ്. ആദിവ്യാധി തൊട്ടുള്ള സകലതും ഇല്ലാണ്ടാവും. ഇനി നമുക്കിതൊക്കെ കുറച്ച് ഉണ്ടെന്ന് കൂട്ടാം. ഭാഗവതം വായിച്ചു തുടങ്ങിയാൽ ഈ 71 ചീത്തയും ഇല്ലാണ്ടാവും. ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ
വ്യാസനാൽ നിർമ്മിക്കപ്പെട്ടത് എന്നാണ് പറഞ്ഞതെങ്കിലും അവിടെ വളരെയധികം മനനം ചെയ്തുകൊണ്ട് സമാധി ഭാഷയിലാണ് എന്നതാണ് അതിൻ്റെ വ്യാഖ്യാനം. മഹാമുനിമാർ ധാരാളമുണ്ട്. മഹാമുനി തന്നെയാണ് വ്യാസൻ. പക്ഷേ ആ മഹാമുനിയായിട്ടുള്ള ഈ വ്യാസൻ 17 പുരാണങ്ങളും എഴുതിയിട്ടുണ്ട്, ഭാരതം എഴുതിയിട്ടുണ്ട്, അതേപോലെ തന്നെയാണ് ജ്ഞാനവാസിഷ്ടം എഴുതിയിട്ടുണ്ട്. അത് മുഴുവൻ മഹാമുനിയായിട്ടിരുന്നപ്പോൾ തന്നെയാണ് ചെയ്തത്. എങ്കിലും ഇവിടുത്തെ വ്യാഖ്യാനം അഡീഷണൽ ആണ്, അധികമാണ്. മനനം എന്ന നിലയ്ക്ക് അത് എഴുതി സമാധി ഭാഷയിലാണ്. കിം വാ അപരൈഹി ഈശ്വരഃ, വേറെ ഒരു ഈശ്വരനില്ല. ഈ ഭഗവാൻ മാത്രമേ ഉള്ളൂ, കൃഷ്ണൻ മാത്രമേ ഉള്ളൂ, വിഷ്ണു മാത്രമേ ഉള്ളൂ. എല്ലാം കൂടിയിട്ടുള്ള ഒന്ന് നാരായണൻ, അനന്തപത്മനാഭൻ, ഒന്നേ ഉള്ളൂ. അങ്ങനെയുള്ള ഈ ഭഗവാനാൽ ചെയ്യപ്പെട്ടതായിട്ടുള്ള ലീലകളെ കോർത്തിണക്കിയ ഇതിനെ ഭാഗവതം എന്ന് പറയുന്നു. അത് സദ്യഃ ഹൃദി, വളരെ പെട്ടെന്ന് തന്നെ ഹൃദയത്തിലേക്ക് അവരുദ്ധ്യതേ, കയറിയിരിക്കും. നമ്മൾ ഭാഗവതം വായിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ കഥകൾ ഇങ്ങനെ കിട്ടും. ഭഗവാൻ ഭക്തിയോട് കൂടിയിട്ടാണ് ഈ ഭാഗവതത്തെ ആശ്രയിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ ഹൃദയത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടും. അപ്പോൾ നമുക്ക് ജ്ഞാനം ഭഗവാൻ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. നമ്മൾ ഭക്തിയെ അറിയുള്ളൂ. ഈ ഭക്തിക്ക് ജ്ഞാനം പകരമായിട്ട് കൊടുക്കുന്നതാണ് ഭഗവാൻ. അപ്പോൾ ആ ഭഗവാൻ ഭാഗവതത്തിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ ഭഗവാനെ സ്വീകരിക്കുകയാണ്. ഭഗവാൻ നമ്മളെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ജ്ഞാനം തരണം, മുക്തിക്ക് കാരണമായി. നമ്മൾ കർമ്മം ചെയ്തു, ഭഗവാൻ അതിനെ സ്വീകരിച്ചു, നമ്മൾ ഭക്തനാണ്, ജ്ഞാനം ഭഗവാൻ തന്നു. അപ്പോൾ കർമ്മയോഗമായി, ഭക്തിയോഗമായി, ജ്ഞാനയോഗമായി. ഇങ്ങനെ ഇത്രയും ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു കൃതി ആരാൽ ചെയ്യപ്പെട്ടത്? മഹാഋഷികളാൽ ചെയ്യപ്പെട്ടത്. ഋഷികളാൽ. എന്താ കാരണം? സംഹിതകളെ കൂട്ടിച്ചേർക്കപ്പെട്ടതാ. അങ്ങനെയുള്ള ഒരു കൃതിയാണ്. എല്ലാ പ്രവൃത്തികളും, സകല പ്രവൃത്തികളെയും ഭഗവാനായിട്ട് സമർപ്പിക്കുക. ശുശ്രൂഷുഭിഹി, ശുശ്രൂഷയായിക്കൊണ്ട്, സേവനമായിക്കൊണ്ട് ചെയ്യുക. തൽക്ഷണാത്, അതേ ക്ഷണം തന്നെ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറിയിരിക്കും. പരോപകാരാർത്ഥം ഇതം ശരീരം. ആ രീതിയിൽ വേണം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും, ശരീരത്തെ കൊണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അന്യന് ഉപകാരം ചെയ്യുവാൻ വേണ്ടിയിട്ടാവണം. അപ്പോൾ ശരീരമാദ്യം ഖലു ധർമ്മസാധനം. ശരീരത്തെ നമ്മൾ 100 കൊല്ലം ജീവിക്കാൻ വേണ്ടതൊക്കെ സംരക്ഷിക്കണം. ഒപ്പം ഈ ശരീരം കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരമായിട്ട് തീർക്കാൻ വേണ്ട സേവനത്തെ പ്രവൃത്തിയായിട്ട് ചെയ്യണം. അത് നിവൃത്തിമാർഗം ഭഗവാനാക്കിക്കോളും. വീണ്ടും പറയണു, പൈസ വാങ്ങാം. പൈസയും ഫലവും പ്രതിഫലവും തമ്മിൽ വ്യത്യാസമുണ്ട്, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. കലികാലത്തിൽ പൈസ ഒരു പ്രശ്നമാണ്. അപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി സേവനമാക്കുന്നത് എങ്ങനെ? നമ്മളൊരു ദഹനക്കാരനാണെങ്കിൽ ഉണ്ടാക്കിയതായിട്ടുള്ള വസ്തുക്കളുടെ രുചി, അത് കഴിച്ചാൽ ആ കഴിക്കുന്നവരുടെ ശരീരത്തിന് കിട്ടുന്നതായിട്ടുള്ള ഉന്മേഷം, അത് നല്ല വസ്തുക്കളാകുക, സാത്വിക ഭക്ഷണമാവുക, ഫ്രഷ് ആവുക, അതേപോലെ ഉണ്ടാക്കുന്നതിൽ അപാകങ്ങളൊന്നും വരാതിരിക്കുക, സ്വാദിഷ്ടമാവുക, മൃഷ്ടാന്നമാവുക, ഇതൊക്കെ വേണം. പൈസ കൂലിയായിട്ട് അദ്ദേഹം പറ്റിക്കോട്ടെ, അതിന് കുഴപ്പമില്ല. പക്ഷേ ഉപ്പേറി, മുളകേറി, ചൂടേറി, തണുപ്പേറി, അസുഖം വന്നു ഇത് കഴിച്ചിട്ട്, അപ്പോൾ അത് പ്രശ്നമായി. സേവനമാവണമെങ്കിൽ ഈ ഇഷ്ടത്തെ നമുക്ക് കൊടുക്കാൻ സാധിക്കണം. അതാണ് സേവനം. ഇന്ന സമയത്ത്, ആ കൃത്യസമയത്ത് അത് കൊടുക്കാൻ തരാവണം, ശുദ്ധമായിട്ട് കൊടുക്കാൻ തരാവണം. അതുപോലെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളും, ഭാഗവതം വായിക്കലായാലും ഭാഗവതം കേൾക്കലായാലും അതിനെ നടത്തിക്കലായാലും അതേപോലെ വേണം. ഇങ്ങനെ സകലവിധ പ്രവൃത്തികളും ഭഗവത് ഉന്മുഖമാക്കി തീർക്കാൻ സാധിച്ചു എങ്കിൽ ഈ ചീത്തകളുള്ള ഈ മനുഷ്യൻ ഭാഗവതം എടുത്തു കഴിഞ്ഞാൽ സാത്വികനായിട്ട് മാറും
ഓട്ടോമാറ്റിക്കായിട്ട് മാറും. അത് ഭഗവാൻ മാറ്റുന്നതാ. കർമ്മ ഭക്തി ജ്ഞാന ഭേദാത് വേദാഹ കാണ്ഡത്രയാത്മകാഹ തേഭ്യ ശ്രേഷ്ഠതര ച ഇയം സുഖമോക്ഷപ്രദായിനി. വ്യാഖ്യാതാവ് ഇതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം ഇത് ഭേദം ആണ്. വളരെ വെവ്വേറെ തന്നെയാണ്, തമ്മിൽ സാമ്യമില്ല. കർമ്മയോഗം വേറെയാണ്, ഭക്തിയോഗം വേറെയാണ്, ജ്ഞാനയോഗം വേറെയാണ്. എങ്കിലും ഇങ്ങനെ വേറെ വേറെ പറയപ്പെട്ടതായിട്ടുള്ള ഈ വേദം കാണ്ഡത്രയം, കാണ്ഡം എന്നുള്ളത് പ്രത്യേകം വിഭാഗം എന്നർത്ഥത്തിലാണ്. കർമ്മയോഗം വേറൊരു വിഭാഗമാണ്, ജ്ഞാനയോഗം വേറൊരു വിഭാഗമാണ്. അങ്ങനെ അതിനെ ഓരോ കാണ്ഡം എന്ന് പറയാം. കർമ്മകാണ്ഡം, ജ്ഞാനകാണ്ഡം, ഭക്തികാണ്ഡം അങ്ങനെ പറയപ്പെടുന്നു. ആത്മകാഹ, അതിൻ്റെ ആത്മാവ് അതാണ്. തേഭ്യ, അതിൽ ശ്രേഷ്ഠതര, അതിലേറ്റവും മാക്സിമം, നല്ലത്, മുഖ്യം എന്നൊക്കെ പറയുന്നത് പ്രഥമം. ച ഇയം, ഇതാണ്. അതിൽ ഇത് ആണ്. ഏത്? ഭാഗവതമാണ്. ഇതിലെന്തൊക്കെയാണ് കിട്ടുക? സുഖം, സുഖം വെച്ചാൽ സച്ചിദാനന്ദത്തെ കിട്ടും. മോക്ഷം, സുഖവും സച്ചിദാനന്ദവും കിട്ടും. സുഖമോക്ഷപ്രദായിനി. അപ്പോൾ ഭാഗവതം എടുത്തു കഴിഞ്ഞാൽ മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ല. അത് ഇത്ര ആധികാരികമായിട്ട് ഉറപ്പിച്ച് പറയാവുന്ന മറ്റൊരു ഗ്രന്ഥമില്ല. കാരണം സത്യം എന്നതാണ് ഭാഗവതത്തിൻ്റെ ഒരു അന്തസ്സത്ത. സത്യം ആണ്. അപ്പോൾ കലികാലത്ത് സത്യമാണ് വേണ്ടത്. സത്യത്തിനെ പൂർണ്ണമാക്കാൻ നമുക്ക് കഴിയില്ല എന്നുള്ളത് വേറെ വിഷയം. എങ്കിലും നാം എല്ലാ ദിവസവും കുറച്ചെങ്കിലും ഭാഗവതം ഉപാസിക്കുകയാണെങ്കിൽ അത് സത്യം. ഉപാസിക്കുകയാണെങ്കിൽ അത് സത്യമാണ്. കാരണം ഭാഗവതം മാത്രമേ സത്യമുള്ളൂ, ഭഗവാൻ മാത്രമേ സത്യമുള്ളൂ. നമ്മൾ സത്യമല്ല. നമ്മുടെ ഈ ഉപാസന എന്ന കർമ്മം സത്യമല്ല. നമ്മൾ ഭാഗവതത്തെ വായിക്കുന്നു. ആ പ്രവൃത്തി സത്യമല്ല, അർത്ഥസത്യമാണ്. കാരണം ദേഹബോധത്തോടു കൂടിയിട്ടാണ് ചെയ്യണത്. പക്ഷേ അതിൻ്റെ ഈ അന്തസത്ത സത്യമാണ്. ജീവൻ അത് സ്വീകരിക്കുന്നു എന്നതുകൊണ്ടാണ്. ഭഗവാൻ ഹൃദയത്തിലേക്ക് കയറിയിരിക്കുന്നു. ജീവൻ്റെ ഒപ്പം സാക്ഷിയായിട്ട്, അന്തര്യാമിയായിട്ട് സ്ഥിരം ഒപ്പം ഉണ്ടാവും. അതുകൊണ്ടത് സത്യമായി. അതാണ് കാരണം. ഇത് ധർമ്മപ്രോചിത, ഇതാണ് ധർമ്മം. ഭാഗവത ധർമ്മം, സത്യധർമ്മം, ഭക്തിധർമ്മം ആണ്. അപ്പോൾ കൃതയുഗത്തിൽ എങ്ങനെയാണോ സത്യം മാത്രമുള്ളത്, അല്ലെങ്കിൽ എല്ലാ ധർമ്മങ്ങളുടെ 4 പാദവും, തപസ്, ശുദ്ധി, ദയ, സത്യം 4 പാദവും പൂർണ്ണമായിട്ടുള്ളത്, അതേപോലെ ഭാഗവതം ഉപാസിക്കുന്ന ഒരാൾ കൃതയുഗത്തിൽ ജീവിക്കുന്ന ഭക്തനെ പോലെയാണ്. ധർമ്മപ്രോചിത, കാരണം അത്രയും ധാർമ്മികമായിട്ട് അത് പറയപ്പെട്ടിരിക്കുന്നത്. കൈതവോ അത്ര പരമഹ നിർമ്മത്സരാണാം സദാ. അവിടെ വേറൊന്നുമില്ല. ഇവിടെ കൈതവല്യ പാടില്ല, മത്സരം പാടില്ല. അങ്ങനെ ആണെങ്കിൽ ഭാഗവതത്തെ എടുക്കാൻ കിട്ടും. അതല്ലെങ്കിൽ ഭാഗവതത്തെ എടുക്കാൻ കിട്ടില്ല. ഭാഗവതത്തെ എടുത്തു മത്സര ബുദ്ധിയോട് കൂടിയിട്ട് ചതിയും വഞ്ചനയും കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് കൂട്ടാ, ഒടുക്കം ഇതെല്ലാം ഉപേക്ഷിക്കപ്പെടും. ഭാഗവതത്തെ മാത്രം ആശ്രയിക്കുന്ന ഒരാൾക്ക് ഈ ചതി ഉണ്ടാവില്ല. പിന്നീട് 72 ചീത്തകളും ഉണ്ടാവില്ല. അത് ഭഗവാൻ ഈ ജീവനിൽ നിന്നും മാറ്റും, മനസ്സിൽ നിന്ന് അത് മാറ്റും. പിന്നെ ശരീരം കൊണ്ട് ആ പ്രവൃത്തി വരില്ല. അതതിൻ്റെ അനന്തര ഫലമാണ്, പ്രതിഫലമാണ്. ആ പ്രതിഫലത്തെ കിട്ടാനാണ് ഭാഗവതത്തെ ആശ്രയിക്കുന്നത്. നമ്മൾ സാധാരണ നിയമം മൂലം പറയുകയാണ്, മത്സര ബുദ്ധിയോട് കൂടിയിട്ടൊന്നും ഇതിനെ എടുക്കരുത്, ചതി എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് എടുക്കരുത്. കലികാലത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് കളവ്, വഞ്ചന, ചതി, മിത്രദ്രോഹം. ബ്രഹ്മഹത്യാ പാപങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, അറിഞ്ഞും അറിയാതെയും. പിന്നെ കമ്പൽ ചെയ്യപ്പെട്ടു. നമ്മൾ മറ്റൊരാളെ കൊണ്ട് ഇത് ചെയ്യണമെന്ന് നിർബന്ധിക്കപ്പെടുകയാണ്. നമ്മൾ വേണം വിചാരിച്ചിട്ടല്ല. സാഹചര്യങ്ങൾ നമ്മളെ കൊണ്ട് തെറ്റ് ചെയ്യിക്കുകയാണ്. അങ്ങനത്തെവർക്ക് പോലും അത് ഈ കർമ്മപ്രാരബ്ധം തീരാൻ വേണ്ടിയിട്ടാണ്.
അങ്ങനത്തെവർക്ക് പോലും അങ്ങനെ ഒരു സന്ദർഭത്തിൽ എത്തിച്ചേരാതിരിക്കാൻ ഭാഗവതത്തെ ആശ്രയിക്കുന്ന ഒരാൾക്ക് സാധിക്കും. ഇതിൽ പറയപ്പെട്ടത് മുഴുവൻ ധർമ്മമാണ്. ഇതിനെ അറിയേണ്ടത് വാസ്തവമായിട്ടാണ്. വേദ്യം വാസ്തവം. ഇത് വാസ്തവമായിട്ടാണ്, സത്യമായിട്ടാണ് അറിയേണ്ടത്. ഇത് തന്നെയാണ് എന്ന രീതിയിലാണ് അറിയേണ്ടത്. കാരണം ഇത് ശിവദം ആണ്. ഇതിനെ ആശ്രയിക്കുന്നവരാണോ അവർക്ക് മംഗളമേ ഉണ്ടാവും. ഈ താപത്രയ ഉന്മൂലനമാണ്. ശോകദുഃഖ ഭയങ്ങളെ ഇല്ലാണ്ടാക്കും, പാപങ്ങളെ ഇല്ലാണ്ടാക്കും. കർമ്മം വേണ്ടി വരില്ല. കർമ്മം ഇനി വേണ്ട, കാമവാക്കിയില്ല, പിന്നെ എങ്ങനെയാ കർമ്മം? അതുകൊണ്ട് കാമവാക്കിയില്ല, കർമ്മവാക്കിയില്ല, വാസന എന്നുള്ള കർമ്മവാസന പോലും ഉണ്ടാവില്ല. കാരണം ഈ ശ്രീമദ് ഭാഗവതം മഹാമുനിയാൽ ചെയ്യപ്പെട്ടതാ. ഇതിൽ മറ്റൊരു ഈശ്വരനില്ല, ഇതിലും അപ്പുറം വേറൊരു ഈശ്വരനില്ല. പരം ആണ്, പരമോധർമ്മമാണ്, പരമോധർമ്മമാണ്, പരം ദൈവം ആണ്. അപ്പം അങ്ങനെയുള്ള ഈ അപരനായിട്ടുള്ള ഒരു ഈശ്വരൻ ഇവിടെ ഇല്ല. ഭഗവാന്റെ പാലകധർമ്മത്തെ സഹായിക്കാൻ വേണ്ടി മറ്റ് ആൾക്കാരൊക്കെ ഉണ്ട്, ദേവന്മാരൊക്കെ ഉണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷേ അവരൊക്കെ ഈ കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട്. അവരിലൂടെയൊക്കെ എത്തുന്നത് സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി, കേശവനിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗവതത്തെ ആശ്രയിക്കുന്ന ഒരാൾക്ക് സദ്യോ ഹൃദി അവരുദ്ധ്യതേ. ഭഗവാൻ ഈ ഹൃദയത്തിലേക്ക്, വായിക്കുന്നയാളുടെ ഹൃദയത്തിലേക്ക് കയറിയിരിക്കും. അവരുദ്ധ്യതേ, കയറിയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്ന ഓരോരുത്തരും, കൃതിഭി, ഭാഗവതത്തെ വായിക്കുന്ന ഓരോരുത്തരിലും ശുശ്രൂഷാഭാവം വേണം. ധാർമ്മികനായിട്ട് ശുശ്രൂഷാഭാവത്തോടു കൂടിയിട്ട് ഇതിനെ ആശ്രയിക്കുകയാണെങ്കിൽ ആ തൽക്ഷണാത് ശുശ്രൂഷുഭിഹി തൽക്ഷണാത്, ആ ക്ഷണത്തിൽ തന്നെ ഭഗവാൻ ഹൃദയത്തിൽ കയറിയിരിക്കും. പിന്നെ താഴത്തേക്ക് ഇറങ്ങേണ്ടി വരില്ല. ഇപ്പോൾ ഭാഗവതത്തിൻ്റെ മഹാത്മ്യം എന്താ? ഇതാണ് ഈ ഒറ്റ ശ്ലോക. ഭഗവാനെ കിട്ടാൻ ഇതിലും നല്ലൊരു എളുപ്പമാർഗമില്ല. അതുകൊണ്ട് നിങ്ങൾ നിർമ്മത്സരാണാം, മാത്സര്യബുദ്ധി ഇല്ലാതെ കണ്ട് ഇതിനെ ഞാൻ ഇതാ സ്വീകരിക്കുന്നു, മറ്റുള്ള ഒന്നും ഞാൻ അറിയില്ല, എനിക്ക് ഭഗവാൻ മാത്രം മതി, ഭാഗവതം മാത്രം മതി, ഞാൻ ഇതാ ഭാഗവത ധർമ്മപ്രകാരം ജീവിക്കാൻ പോകുന്നു, ഇന്ന് തൊട്ട്, ഇപ്പം തൊട്ട്. അതാണ് ഭഗവത് മഹാത്മ്യം, ഭാഗവത മഹാത്മ്യം അതാണ്. അതിനെ ശ്രീശുക ബ്രഹ്മർഷി ഇങ്ങനെ പറഞ്ഞു. ഇതിലൊന്നും കളയാനില്ല, മുഴുവൻ എടുക്കാനേ ഉള്ളൂ. അങ്ങനെയുള്ള കൽപ്പതരുവിൻ്റെ, ദേവദാരുവിൻ്റെ, പാരിജാതത്തിൻ്റെ ഫലമാണ് ഇത്. അതായത് സ്വർഗത്തിലുള്ള മരത്തിൻ്റെ എന്നല്ല അതിൻ്റെ സാരം. ഇത് വൈകുണ്ഠത്തിലേക്ക് എത്താനുള്ള ഉപാധിയാണ്, ഇതിനെ മാത്രം മതി. ധർമ്മപ്രോച്ഛിത കൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭി ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. 6-ാമത്തെ അധ്യായം 84-ാമത്തെ ശ്ലോകം. ഒരു ശ്ലോകം ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഭാഗവതം തുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും അത് വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊന്നുകൂടി സ്മരിക്കുകയും ചെയ്യാം. ഈ ഒരു ശ്ലോകമാണ് ഭാഗവത മാഹാത്മ്യം. ഭാഗവതത്തെ എന്തുകൊണ്ട് എല്ലാവരും ആശ്രയിക്കുന്നു, ഭക്തന്മാർ ആശ്രയിക്കുന്നു. ഇതിനപ്പുറം വേറൊരു ഗ്രന്ഥമില്ല. എവിടേക്കാണോ എത്തേണ്ടത് ആ ലക്ഷ്യം ഇതിൽ നന്നായിട്ട് പറയപ്പെട്ടു. ഇത് എടുക്കുന്നവർക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഭഗവാൻ തന്നെ നമ്മെ സഹായിക്കും. അതുകൊണ്ട് ഇതാണ് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം. അപ്പോൾ ഇത് കേൾക്കുക, അനുഭവിക്കുക, മനസ്സിലാക്കുക, അതിനനുസരിച്ച് ജീവിക്കുക, ഷെയർ ചെയ്യുക. ശ്രീ ഗുരുവായൂരപ്പ നാരായണ.